നമ്മുടെ ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഡെഡ് ലിഫ്റ്റ്, എങ്ങനെയാണ് ഡെഡ് ലിഫ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്, അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ കമാൻഡിനെ ആസ്പദമാക്കിയാവട്ടെ. വൺസ് അഗൈൻ വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ് ടോക്സ്. എന്താണ് ഡെഡ് ലിഫ്റ്റ്? ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതായത് പവർ മൂവ്മെന്റിൽ പെടുന്ന ഒരു വർക്കൗട്ടാണ്. പ്രോപ്പർ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ്, അതുപോലെ നമ്മുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ല വർക്കൗട്ട്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഗ്ലൂട്ട് മസിൽസ് ചില വർക്കൗട്ട്സിലൊക്കെ ചില ആളുകൾ വീഡിയോസ് കാണിക്കാറുണ്ട്. ഗ്ലൂട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ സ്ക്വാട്സ് ഒക്കെ ചെയ്യാറുണ്ട്. സ്ക്വാട്സിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഗ്ലൂട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ഹാംസ്ട്രിങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് എത്ര തരം ഡെഡ് ലിഫ്റ്റ് ഉണ്ടെന്നുള്ളത് പറയാം. നമുക്ക് വെറൈറ്റീസ് ഓഫ് ഡെഡ് ലിഫ്റ്റ്, അതായത് പല പല വേരിയേഷൻസ് ഉണ്ടാവും. വേരിയേഷൻസ് ഒന്നിൽ നിന്നും മാറി വ്യത്യസ്തമായി ചെയ്യുന്നതിനൊക്കെ വേരിയേഷൻ എന്ന് പറയും. എന്നാൽ ബേസിക്കലി രണ്ട് തരം ഡെഡ് ലിഫ്റ്റ് നമുക്ക് ഉള്ളൂ. ഒന്ന് റെഗുലർ ഡെഡ് ലിഫ്റ്റും ഒന്ന് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റും. റെഗുലർ ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിന് ചെയ്യുന്ന, അതായത് മുട്ട് മടക്കിക്കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് വർക്കിംഗ് മസിൽസിന്റെ വ്യത്യാസമാണ്. അതായത് റെഗുലർ ഡെഡ് ലിഫ്റ്റില് വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലെ മസിൽസ് ആണ്. എറക്ടർ സ്പൈൻ എന്ന് പറഞ്ഞാൽ ബാക്കിലെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യാൻ ഈ റെഗുലർ ഡെഡ് ലിഫ്റ്റ് സഹായിക്കും. മറ്റൊന്ന് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. സ്റ്റിഫ് ആക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബാക്കിന്റെ മസിൽസിന് ഇൻവോൾവ്മെന്റ് കുറയുകയും ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ടും, അതായത് നമ്മുടെ ലെഗിന്റെ ബാക്കിലെ മസിൽസ് കൂടുതലായി ഫോക്കസ് ചെയ്യും, ഗ്ലൂട്ട് മസിൽസ് കൂടുതൽ ഫോക്കസ് ചെയ്യും, അത് സ്ട്രെങ്ത് ആവുകയും ചെയ്യുന്നതാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഇനി ഈ വർക്കൗട്ടുകൾക്ക് ഈ പേര് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെ പേര് ശ്രദ്ധിച്ചു നോക്കിയേ, ഡെഡ് ലിഫ്റ്റ്. ഇതിന് പേര് എങ്ങനെ വന്നതെന്ന് പറയുന്നതിൽ ആദ്യത്തേത് പറയുന്നത്, നമ്മുടെ താഴെ ഡെഡായിട്ട്, അതായത് നിശ്ചലമായ ഒരു വസ്തുവിനെ, ഭാരമുള്ള വസ്തുവിനെ നമ്മൾ പൊക്കുന്നതിനെയാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് എന്നും പറയുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കോട്ട് പോയാൽ, അതായത് ഇതിന്റെ ഉത്ഭവം എവിടെന്നാന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു മിത്താണ്. എത്രമാത്രം ഇതിന് ആധികാരികത ഉണ്ടെന്ന് അറിയില്ല. അതായത് റോമൻ സാമ്രാജ്യം, റോമിൽ നിന്നാണ് ഈ ഡെഡ് ലിഫ്റ്റ് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ റോമൻ സാമ്രാജ്യത്തില് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധത്തില് മരിച്ചു വീഴുന്നതും അതുപോലെ പരിക്ക് പറ്റി കിടക്കുന്നതുമായ ആളുകളെ, അവിടുത്തെ ബാക്കി വരുന്ന സോൾജേഴ്സ്, ഡെഡായി കിടക്കുന്ന ആളുകളെയും അതുപോലെ ദിവശവമായിട്ട് കിടക്കുന്ന ആളുകളെയും എടുത്തുകൊണ്ട് പോകുന്ന രീതിയെയാണ് കാലക്രമേണ ഡെഡ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നതും. പിന്നീട് അത് എക്സസൈസിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഡെഡ് ലിഫ്റ്റ് എന്ന പേരിൽ പ്രോപ്പറായിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വേർഷനിൽ ഈ വർക്കൗട്ട് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ആ മുമ്പിൽ പറയുന്ന ഡെഡ് നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കിടപ്പിലായി പോവാം, നിത്യമായിട്ടൊരു ബാക്ക് പെയിൻ വരാം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ രീതിയിൽ, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ആവും. ഇതിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാൽ നിങ്ങൾക്ക് ഒരു സീരിയസ് ഇഞ്ചുറിയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ വർക്കൗട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്നുകൂടി കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. ബേസിക്കലി രണ്ട് തരം ഡെഡ് ലിഫ്റ്റ് ആണ് പ്രചാരത്തിലുള്ളത്. ഒന്ന് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റും മറ്റൊന്ന് റെഗുലർ ഡെഡ് ലിഫ്റ്റും. സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് നമ്മൾ ലെഗ് വർക്കൗട്ടിന്റെ കൂടിയാണ് ചെയ്യാറ്. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന മസിൽസ് നമ്മുടെ ഗ്ലൂട്ട് മസിൽസും അതുപോലെ ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞ ലെഗിന്റെ മസിൽസും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേര് പറഞ്ഞ പോലെ തന്നെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, കാല് സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റിന്റെ സ്റ്റാൻഡിംഗ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പിന്റെ പോസ്റ്ററിലാണ് നിൽക്കുന്നത്. ഹിപ്പിന്റെ പോസ്റ്ററിൽ കറക്റ്റായിട്ട് കാല് വെച്ചുകൊണ്ട് ചെസ്റ്റ് ഔട്ട് ചെയ്ത് നിവർന്ന് നിൽക്കുക. അതിനുശേഷം നമ്മൾ ഹിപ്പാണ് ബാക്കോട്ട് പോകേണ്ടത്. കൂടാതെ നീയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിഫാക്കി വെക്കണം. ഇത് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ആണ്. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റിഫാക്കി ഡൗൺ ആൻഡ് അപ്പ്, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ആൻഡ് മുകളിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്, അപ്പ്. ഇതാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റിൽ നമ്മൾ എന്ന് പറഞ്ഞത് സ്റ്റിഫാക്കി വെക്കാന്ന് പറയുമ്പോൾ
ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പാടില്ല. കുറച്ച് നമുക്ക് ചെറിയൊരു ബെൻഡ്, അതായത് നമ്മുടെ സാധാരണ നമ്മൾ നോർമലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കാലിലുണ്ടാകുന്ന ചെറിയൊരു ബെൻഡ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോക്ക് ചെയ്യരുത്. അതുപോലെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് എപ്പോഴും എറക്റ്റ് ആക്കി, ചെസ്റ്റ് ഔട്ട് ചെയ്തൊരു ബാക്ക് എറക്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ ബാക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കാറുണ്ട്. റൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ ക്യാച്ച്, അതുപോലെ ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ. ഇനി മറ്റൊന്ന് റെഗുലർ ഡെഡ് ലിഫ്റ്റ് ആണ്. റെഗുലർ ഡെഡ് ലിഫ്റ്റ് നമ്മൾ ബാക്ക് വർക്കൗട്ടിൻ്റെ കൂടെ ചെയ്യുക. കാരണം നമ്മൾ മുട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഡൗൺ ചെയ്യുക. മുട്ട് മടക്കുമ്പോൾ നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറയുകയും എറക്ടർ സ്പൈൻ, അതായത് നമ്മുടെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന എറക്ടർ സ്പൈനിൻ്റെ മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സ്ട്രെങ്തനിങ്, നമ്മൾ ബാക്ക് എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഇത് ഈ റെഗുലർ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറിക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. ഡൗൺ ഡൗൺ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് എറക്റ്റ് ആക്കി പിടിക്കുക, ഫേസ് ഡൗൺ ചെയ്യുക, ദെൻ അപ്പ്, ബ്രീത്ത് ഔട്ട്, ആൻഡ് താഴേക്ക്, ബ്രീത്ത് ഇൻ, ഡൗൺ ആൻഡ് അപ്പ്, ഫേസ് കറക്റ്റ് ഡൗൺ ചെയ്ത് നട്ടല് കറക്റ്റ് ആക്കി സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക, ദെൻ അപ്പ്, മുട്ട് മടക്കാനും ശ്രദ്ധിക്കുക, ഡൗൺ, കാൽമുട്ട് മടക്കുക. ഓക്കെ, ഇങ്ങനെ മടക്കുമ്പോൾ ഹാംസ്ട്രിങ്ങിന്റെ ഇൻവോൾവ്മെന്റ് കുറയും, നിങ്ങൾ ബാക്കിലേക്ക് ഈ മസിൽസ് ബാക്കും സ്ട്രെങ്ത് കൂടും. ഇങ്ങനെയാണ് ഈ റെഗുലർ ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക്കലി ഉള്ള 2 ഡെഡ് ലിഫ്റ്റ്. മറ്റുള്ളതെല്ലാം വേരിയേഷൻസ് ആണ്. ഈ 2 വർക്കൗട്ട്സും പ്രോപ്പർ രീതിയിൽ ചെയ്യാം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.